ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാധാരണ പാനൽ ഡിസ്കഷനിൽ നിന്നതൊരു വ്യത്യസ്ത ഫയർ ഡിസ്കഷനാണ്. ഞാൻ ഇന്നലെ രാവിലെയാണ് നാട്ടിൽ നിന്ന് വന്നത്. രാവിലെ ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. രാവിലെ 4:30 കോഴിക്കോട് ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നൗ ഞാനിത് സംസാരിക്കുമ്പോഴും ആ റെയ്ഡ് അവസാനിച്ചിട്ടില്ല. സോ ആസ് എ കമ്പനി സെക്രട്ടറി, ഞങ്ങൾ കമ്പനി സെക്രട്ടറി എന്നുള്ള നിലക്കും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള കപ്പാസിറ്റിയിലുമാണ് നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, ഈ റൂം കംപ്ലീറ്റ് ബിസിനസ് റിലേറ്റഡ്, ഡയറക്റ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതിനോട്ട് റിലേറ്റഡ് ആയ ആളുകളാണ്. നമ്മളിവിടെ ഉള്ളത് ഡിജിറ്റലി ഡോക്യുമെൻ്റഡ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആദ്യം മുസ്തഫയോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിലെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ എത്രത്തോളം ഫ്രം ദ രജിസ്ട്രേഷൻ ഓഫ് യുവർ എൻറ്റിറ്റി മുതൽ ഇന്ന് വരെയുള്ള ബിസിനസ്സിലെ ഒരു ഡോക്യുമെൻറ്റേഷൻ, നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് ലാക്ക് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. ചെയ്ത ബിസിനസ്സും അതിൽ നിന്ന് കിട്ടിയ എല്ലാ മെറിറ്റ്സും പ്രോഫിറ്റ്സും ഒക്കെ ബേൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. വാട്ട് യു ഡു ഇൻ യുവർ ബിസിനസ്, വാട്ട് യു ഡിഡ് ഇൻ യുവർ ബിസിനസ്? താങ്ക് യു ഷിമിക. ആക്ച്വലി ബിസിനസ് നമ്മളൊരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുക ഫ്രം ദ ബിഗിനിങ് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ മുതലായി, കമ്പനി രജിസ്ട്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഓൺ ടൈം കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, GST റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ GST ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നതാണ്. നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ എന്താ പറയുക, നമുക്ക് നോട്ടീസ് വരുന്ന കണ്ടീഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ നമ്മളിത് പേ ചെയ്യാൻ റെഡിയായിരുന്നു. പേ ചെയ്യാൻ റെഡിയാണെന്നുള്ളത് GST അതോറിറ്റിക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമുക്കതിലൊന്നും വലിയ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടും നമ്മളുടെ അടുത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വളരെ എന്താ പറയുക നല്ല വേലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാം കറക്റ്റായ വേയിൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. സ്റ്റിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ കൊടുക്കേണ്ട ടൈം ഇതിൻ്റെ പുറകെ ഒത്തിരി കൊടുക്കേണ്ട കണ്ടീഷൻ വരും. അത് നമ്മുടെ ബിസിനസ്സിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു നിബന്ധന ഒരുവിധം എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല ലെവലിലേക്ക് ഒരു മൾട്ടിനാഷണൽ കൺട്രിയിലേക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയൊക്കെയാണ് ഫോം ചെയ്യാൻ പ്ലാൻ എന്നുള്ള നിലയിലാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല സംഭവം. ഫ്രണ്ട് ലൈന്. അതെ, ഞാൻ മുസ്തഫ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം മുതലേ സ്റ്റാർട്ടിങ് മുതൽ ഇനീഷ്യൽ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര വലിയ ഗ്രോത്ത് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കുവൈറ്റിലാണ്. ഞങ്ങൾ GCCയിലെ കാര്യം പറയുകയാണ്. കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു അന്ന് പ്രൊപ്പറേറ്റർഷിപ്പിലാണ് തുടങ്ങിയത്. വളരെ കുവൈറ്റിൽ ദുബായിയുടെ മാതിരി അത്ര ഒരു ഈസി ആയിട്ട് തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ 5149 ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. സോ വി സ്റ്റാർട്ട് ആസ് എ പ്രൊപ്പറേറ്റർഷിപ്പ്. അത് ഈസി, ഒരു 10 ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗ്രാജ്വലി വി ട്രാൻസ്ഫോം എല്ലാതും ഒരു ഇതാക്കി. ഇപ്പോൾ ഫൈനലി നമ്മളതൊരു ഹോൾഡിംഗ് കമ്പനിയാക്കി, ദുബായിലൊരു ഹോൾഡിംഗ് കമ്പനിയാക്കി. എല്ലാ ഷെയർസും ആ ഹോൾഡിംഗ് കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. സോ സിസ്റ്റം പേപ്പർ വർക്ക് ഷുഡ് ബി ഡൺ പ്രോപ്പർലി. ഇപ്പോൾ നാട്ടിലായാലും വി ഹാവ് ലോട്ട് ഓഫ് ഫേംസ്. അപ്പോൾ നമുക്കൊരു ക്രൗഡ് ഫണ്ടിങ് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഓഫീസിലും കുറേ പ്രശ്നങ്ങളാണ്. BPO ഓഫീസേഴ്സ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബില്ലിംഗ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ സെയിം ഓണേഴ്സ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് GST ഒരു ബെനിഫിറ്റോ മറ്റോ കിട്ടില്ല. അപ്പോൾ അവിടെയും നമ്മൾ വി ഹാവ് ഡൺ ദാറ്റ് പേപ്പർ വർക്ക്. ഈവൻ ദ ലേബർ തിങ് എല്ലാതും സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പക്കായിട്ടാണ് പോയത്. കാരണം ബിക്കോസ് ഷമീർക്ക പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്രോഫിറ്റ്സും മറ്റതൊക്കെ അതിൽ ബേൺ ആയി പോകും. അപ്പോൾ സോ മേക്ക് ഷുവർ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാതും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്ന രീതിയിലാണ്. ഇപ്പോൾ ബ്രാൻഡിങ് പോലും നമ്മൾ ലോഗോ രജിസ്ട്രേഷൻ
മുതലെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നാളെ അതിൽ നമ്മളൊരു വളർന്നു കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് ലൂസ് ദ റൈറ്റ്സ് ഫോർ ദ കമ്പനി. So we make sure that we go with all the legal documentation in the proper way. I make sure I involve in that. ഞാൻ തന്നെ അതിൽ ശ്രദ്ധിച്ച് എല്ലാവരോടും ചോദിക്കാറുണ്ട്. നമുക്ക് തന്നെ ഒരു ഇൻ-ഹൗസ് ടീം ഇതിലുണ്ട്. So we make sure that all things are there. That's essential for business, I think. ഷമീർക്ക നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ മലബാറിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പ്രാക്ടീസിങ് ബിസിനസ് മീൻസ് സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ കൺസൾട്ടിങ്ങിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ഒരു സംഭവമാണ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് എന്താണ് കാര്യം, അതായത് ടാക്സ് അടച്ചുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത്. അതിപ്പോൾ മാക്സിമം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ ഒരു ഇതിനകത്ത് വരുന്നത് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാളും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പണി കിട്ടുമെന്നുള്ളതാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ക്വാണ്ടിഫയബിൾ ആയിട്ട് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും അറിയാലോ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കോസ്റ്റ് ഓഫ് നോൺ കംപ്ലയൻസ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് കംപ്ലയൻസ്. അപ്പോൾ നോൺ കംപ്ലയൻസസിൽ കിട്ടുന്ന ഫൈൻ, ഇപ്പോൾ സെർച്ചിൻ്റെയും ഇതിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പോകുമ്പോൾ മണി, നമ്മുടെ ടൈം, ഈ രണ്ട് എഫേർട്സ് ഇതെല്ലാം വേസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ചോദിച്ചതിൽ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഒരുപാട് കൺട്രീസിൽ ഗ്ലോബലി ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏത് കൺട്രിയിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ, ആദ്യം മുസ്തഫാക്കയോടാണ്, ഏത് കൺട്രിയിൽ ബിസിനസ് ചെയ്യാനാണ് കംപ്ലയൻസ് ലെവലിലാണെങ്കിലും ഓപ്പറേഷൻ, എല്ലാ ഏരിയയും എനിക്ക് വേണം, കംപ്ലയൻസ് ലെവലിൽ ആണെങ്കിലും ഓപ്പറേഷൻ ലെവലിലാണെങ്കിലും ഇനി ഫൈനാൻഷ്യൽ ലെവലിലാണെങ്കിലും ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എളുപ്പം എന്ന് തോന്നിയിട്ടുള്ളത്? ഇല്ല, അങ്ങനെ ഒരു ഈസി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഏറ്റവും അധികം ബിസിനസ് വരുന്ന കൺട്രി ആയിരിക്കും എപ്പോഴും നമുക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ആയിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഓരോ കൺട്രിക്കും അതിൻ്റേതായ റൂളും കാര്യങ്ങളുണ്ട്, ടാക്സ് സിസ്റ്റം ഉണ്ട്, രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് അതോറിറ്റീസിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കമ്പാരിസൺ ഓൾമോസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ പ്രോപ്പർ വേലയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ കൺട്രിയിലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള റെസ്പോൺസ് ചിലപ്പോൾ ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി ഇതിലെ കമ്പാരിറ്റീവ്ലി ഒരു ബെനിഫിറ്റ് ആയിട്ട് ഫീൽ, മീൻസ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏത് കൺട്രിയിലാണ്? കുറവ് എനിക്ക് തോന്നുന്നത് UK ആണ് തോന്നുന്നു കുറച്ച് കുറവുള്ളത്. പിന്നെ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഇത്ര വലിയൊരു എക്കണോമിയിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള പോലെയല്ല ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവീണിന് അറിയുണ്ടാവും, ഇപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്നതുമായിട്ട് ഫയൽ ചെയ്യുന്നതൊക്കെ ഏത് കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ കൺട്രിക്കും ഓരോ ഡിഫറൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, വലിയ രാജ്യം, വലിയൊരു സിസ്റ്റം ആകുമ്പോൾ അതിൻ്റേതായ കുറച്ച് സ്ലോ ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ്റുകൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ചില കൺട്രികളിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും, ചില കൺട്രിയിൽ സപ്പോർട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സപ്പോർട്ടിൻ്റെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. നോർമലി നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സൈഡിലല്ല. അപ്പോൾ നമുക്കത് നമ്മൾ സർവീസ് കൊടുക്കുന്നു യൂണിവേഴ്സിറ്റീസിന്, അതിന് റവന്യൂ കിട്ടുന്നു, നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ മാർക്കറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല. വേറെ ഒരുപാട് അങ്ങനത്തെ വേറെയുള്ള അപ്രൂവൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സെയിമാണ്. UK എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നാസർക്കയുടെ കേസിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ കുറച്ചും കൂടെ കൂടുതൽ കൺട്രീസ് ഐ തിങ്ക്. അപ്പോൾ അതിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏത് ഉത്തരം പറയും? എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് 12 കൺട്രീസിൽ ഓഫീസുണ്ട്, US-ലുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ദുബായാണ്. ദുബായ് വിത്തിൻ എ ഡേ ഓർ 2 or 3 days യു ക്യാൻ ഹാവ് യുവർ ലൈസൻസ്. പക്ഷേ അതിനെക്കാട്ടി ഈസി ആയിട്ട് എനിക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടിയത് US-ലാണ്. ഇറ്റ് ടേക്സ് മോർ എനി ഡേ ഇറ്റ്സ് ഡൺ. ഏറ്റവും ടഫായി തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പോളണ്ടിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേഷൻ ആയതുകൊണ്ടാവും അവിടെ കുറച്ചൊരു സിസ്റ്റം ഒന്നുകൂടിയും സ്ലോ ആണ്. പക്ഷേ അവിടെയും ചെയ്ത് കിട്ടി. ദർ വാസ് സം കോംപ്ലിക്കേഷൻ, സ്ക്രൂട്ടിനി കുറച്ചുകൂടി കൂടുതലാണ്. കുവൈറ്റ് ഈസ് ടഫ്. ഇത് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കുവൈറ്റ്. സൗദി ഈസ് വെരി ഈസി നൗ. സൗദി ഈസ് ഓൾസോ ടഫ് ഏർലിയർ, ബട്ട് നൗ ഇറ്റ്സ് വെരി ഈസി. Bahrain is the easiest. Bahrain is also just like Dubai. You can open up a company in a day's time. Just get the approval, you can open up a time. India, നാട്ടിലാണെങ്കിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. സപ്പോർട്ടീവായിട്ട് തോന്നിയത് ഏത് കൺട്രിയിലാണ്? ദുബായ് ആൻഡ് US. ദുബായ്, US, ബഹ്റൈൻ. GCC is good, but അതിൽ സ്പെഷ്യലി ദുബായ്, ബഹ്റൈൻ രണ്ടും ഭയങ്കര. ഇപ്പോൾ സൗദി ഈസ് ഓൾസോ കമ്മിങ് അപ്പ്. സൗദി വാണ്ട്സ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ
സ്റ്റിൽ സിസ്റ്റം ഹാസ് ടു ഇംപ്രൂവ്. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ lot of improvement has happened, but again there are for a name change, I have contacted Samir I think last week for a name change, so it should have been done in a week's time. It is taking 6 months or 7 months time. So ഇപ്പോഴും ആ റെറ്റാപ്പിസം നമ്മളവിടെ ഇപ്പോഴും ഉണ്ട്, ബട്ട് ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. കേരള ഗവൺമെൻറ് ഇറ്റ്സെൽഫ് യൂസ് ഓഫ് എ ബിൽഡിംഗ് പെർമിറ്റ് വാട്ട് എവർ ഇസ് ഇറ്റ്സ് ഓൾ പല മാറ്റങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടുത്തെ മാതിരി ആവണം എന്ന് ഞാൻ പറയും. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ദുബായ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. യു ക്യാൻ ഓപ്പൺ അപ്പ് എനി ലൈസൻസ്. ഇന്നലെ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ഹാവ് എ ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയ, യു ഗോ ആൻഡ് ഗിവ് ഇറ്റ്. ദേ ആർ റെഡി ടു ഗിവ് യു free license fees and all these things. So Dubai, I would mark it as number 1. Bahrain is 2. US, the same value. You can get it easy. എനിക്ക് ഷമീർക്കോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് യുവർ എ സീസൺ പ്രൊഫഷണൽ, അതായത് അതിനെക്കുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഷമീർക്ക് ഈ പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് വന്ന ഒരു സമയം മുതൽ ത്രൂ ഔട്ട് ഈ ഒരു ജേണി ഉണ്ടായല്ലോ, അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? അതായത് പെട്ടെന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ലൈക്ക് ഏതെങ്കിലും കുറേ കംപ്ലയൻസസിൽ കുറച്ച് അഴവ് വന്നതും അല്ലെങ്കിൽ കുറേ ഇഷ്യൂസിലേക്ക് കുറേ ഇത് കൊടുത്തതും, അങ്ങനെ എന്തൊക്കെയാണ് ഒരു നോട്ടിഫയബിൾ ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്? കാര്യമായി വന്നൊരു ചേഞ്ച്, നമ്മൾ മുമ്പൊക്കെ ഒരു സൈനിങ് ആൻഡ് ഫയലിംഗ് പ്രൊഫഷണൽസ് ആയിട്ടായിരുന്നു ഈ പറയുന്ന പ്രാക്ടീസിങ് പ്രൊഫഷണൽസ്, ചാർട്ടർ അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി എല്ലാം വർക്ക് ചെയ്തിരുന്നു. ഇന്ന് കുറച്ചുകൂടി അവർ കുറച്ചുകൂടി കൺസൾട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്നിപ്പം ഈ സമയം അവസാനിക്കുകയാണ്. എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത്, നമ്മളൊക്കെ ഈ ഇൻഡിവിജ്വൽസ് എല്ലാവരും പല വിധത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണ്. ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ, ഇന്ത്യൻ ലോ പേഴ്സ്പെക്റ്റീവിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങളൊരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവരുടെ EDയുടെ, ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ED ആണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു ഫയർ പോയിൻ്റ് എന്ന്. EDയുടെ വെരിഫിക്കേഷനിൽ പ്രത്യേകിച്ച് ഓവർസീസിലുള്ള പ്രവാസികളായ നാസർക്കയെ പോലുള്ള ആളുകൾ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കുമ്പോൾ അവർക്ക് ത്രൂ ഔട്ട് അതർ കൺട്രീസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. സോ ഇന്ത്യൻ ടാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫെമ ആണെങ്കിലും PMLA ആണെങ്കിലും ഏത് ആക്ട് ആണെങ്കിലും നിങ്ങൾക്ക് വേൾഡിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടിയാലും അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളതല്ല, അതിൻ്റെ ആൻസറബിൾ യു ഓൺലി. സോ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ NRE അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങൾക്ക് NRE അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സോഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്, ഈവൻ ദോ യു ആർ എൻ NRI, യു ആർ മെയിൻറ്റെയിനിങ് NRE അക്കൗണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഒരു പ്രാക്ടീസിങ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് എപ്പോഴും അവരുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഇൻഡിവിജ്വൽസിനെ പോലും ഈ പറയുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയും അത് ആ പറയുന്ന ഒരു ചെക്ക് ലിസ്റ്റ് എവറി ഇയർ വേണം. ഇപ്പം നിങ്ങളോട് രണ്ടുപേരോട്, ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളോടൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇയർ കാലണ്ടർ ഇയർ തന്നെയാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലോസ് ചെയ്യുന്നത് പോലും എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്? നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ റീഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. 2 decade 3 more than 30 years കംപ്ലീറ്റ് ചെയ്ത ബിസിനസ് ഓണേഴ്സ് പോലും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ഇയർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാത്ത ആളുകളുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്, നമ്മൾ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് സക്സസ്ഫുൾ, ലൈക്ക് നിങ്ങൾ രണ്ടുപേരും ഓവർസീസ് എഡ്യൂക്കേഷനിൽ ഒരു ബ്രാൻഡായിട്ട് മാറി, ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും നന്നായി വരുന്ന ആളുകളാണ്. നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഏത് ബിസിനസ് ആണെങ്കിലും അത് ഫ്രം ദ ഡേ 1 ബിസിനസ് നെവർ എൻഡിങ്, ഇറ്റ്സിന് പെർപെച്വൽ സക്സഷൻ ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ വാല്യൂ. നമ്മുടെ ഫേസൊക്കെ മാറും, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ലെഗസിയാണ് അതിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യൂ ടൈം. Thank you. താങ്ക് യു.